മരമാണ്. ഇതിൽ മുഴുവനും കൂട്ടുകളാണ്. ഷെയ്ത്താനുമായി ബന്ധപ്പെട്ട ആളുകളെ ചികിത്സിച്ചിട്ട് അതിൽ നിന്ന് കൊണ്ടുവരുന്ന ആണികളും കുട്ടികളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇതൊക്കെ ഷെയ്ത്താനുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളാണ്. ഇവിടെയും അതേപോലെ ഉണ്ട്, ഒരുപാട് കൂട്ടും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഷെയ്ത്താനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കാണാം. ദർഗയുടെ പരിസരത്തായിട്ടുള്ള ഒരു ചെതൽ പുറ്റാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SR മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ പ്രിയമുള്ളവർ, നമ്മൾ യാത്രക്കിടയിൽ വെച്ചിട്ട് നാസ്തത്തിൻ്റെ സമയമായിട്ടുണ്ട്. ഏകദേശം 10 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുതിരവണ്ടി പോകുന്ന വയ്യാലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഇപ്പോൾ നാസ്താക്കാണ്. നല്ല കുഷ്കുണ്ട്. ഇനി ഇതിൻ്റെ പുറമെ നമുക്ക് ഇഡ്ഡലിയും നല്ല കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഫുഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശുക്കൂറിൻ്റെ മോന് ഷാദുബായ് ഒരായാലും കാണിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം 1-2 കാഴ്ചകളൊക്കെ ഇനി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോവാണ്. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി തേങ്ങ ചമ്മന്തി ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഈ നാസ്ത കഴിഞ്ഞ ശേഷം ബാക്കി കാഴ്ചകളിലൊക്കെ നമുക്ക് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആസന ജില്ലയിലാണ്. അതായത് കൊടകിൽ നിന്ന് തൊട്ടടുത്തൊരു ജില്ലയാണ് അല്ലേ ആസന എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള കുതിരകുണ്ടി മക്കാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ സിയാറത്തിന് പോകാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ജാവുകൽ എന്ന് പറയുന്ന മഹാൻ്റെ ഹദ്റത്തിലേക്കുള്ള സിയാറത്താണ്. നമ്മുടെ സുഹൃത്ത് ഷുക്കൂറാണ്. അടുത്ത ഈ മാസം ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് വിദേശ അപ്പോൾ നാഷ്ടത്തിൻ്റെ സമയമായതുകൊണ്ട് നിർത്തി നാഷ്ടൊക്കെ ആക്കിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുതിരകണ്ടി മക്കാമും അതുപോലെ ജാവുകൽ മക്കാമും അതിൻ്റെ പരിസരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാനും കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടുത്തെ മഹാൻ്റെ ചരിത്രങ്ങളും കറാമത്തുകളും എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ടുള്ള വിവരങ്ങൾ സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. നമ്മളിത് പോകുന്നുള്ള ഒരു ഗ്രാമം കേട്ടോ. ഗ്രാമത്തിനുള്ളിൽ കൂടെയാണ് ഈ കുതിരവണ്ടിയിലേക്ക് പോകാനുള്ളത്. സംഭവം നമുക്ക് അവിടെ വരുമ്പോൾ കുശാലനഗർ അങ്ങനെ ഹൈവേ കൂടെ വരികയാണെങ്കിൽ നല്ല റോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല കൃഷികളൊക്കെ ഉള്ള നല്ലൊരു വനത്തിനുള്ളിൽ കൂടിയാണ് ഒരു യാത്ര. അപ്പോൾ കുതിരവണ്ടിയിലേക്ക് തന്നെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ, ഒരു 10 കിലോമീറ്ററിനുള്ളിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. തനി ഗ്രാമത്തിനുള്ളിലാണല്ലേ എന്താ നമ്മൾ ഏകദേശം കുതിരകുണ്ടി ആ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ദർഗൻ്റെ വഴി ഇങ്ങനെയാണ് അറിയാൻ സാധിച്ചത്. നമുക്കിനി നേരെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ദർഗയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി പോയി സിയാറത്തൊക്കെ ചെയ്തിട്ട് ശേഷം അപ്പോൾ ഇതാണ് കുതിരകുണ്ടി മക്കാം എന്നറിയപ്പെടുന്ന ദർഗ. ഇതുണ്ടോ, ബഹുമാനപ്പെട്ട ഹസ്രത്ത് സയ്യിദ് ഹസാൻ സോൽ ഷാഹ് ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ദർഗ ഷരീഫാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളും കാര്യങ്ങളും بكم لكم وبصار أمك لا بغات كيف البصار يا سيدي يا سيدي. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. أنذر آباءهم فهم غافلون. لقد حق القول على كبرهم فهم لا يؤمنون. من بين أيديهم صدا من خلفهم صدا فغشيناهم بما أنذرتهم أم لم تنذرهم لا يؤمنون. واسند في صدور الناس من الجنة. الحمد لله رب العالمين
حمدا يوافي نعمه يكافئ مزيدا ربنا تقبل منا إنك أنت السميع العليم آمين برحمتك يا أرحم الراحمين. പുറ്റാണ്. ഉദ്ദേശം എന്താണെന്നുള്ളത് അറിയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനെപ്പറ്റി അന്വേഷിച്ച് നമുക്ക് വിശദമായി പറയാം. ഇതൊരു ചെതിൽ പുറ്റാണ്. ഇതിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു മരമുണ്ട്. മരപ്പിളകയുടെ പരിസരത്തായിട്ടുള്ള മരമാണ്. ഇതിൽ മുഴുവനും പൂട്ടുകളാണ്. ശൈത്താനത്തുമായി ബന്ധപ്പെട്ട ആളുകളെ